ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനാധ്യാനത്തിനും ചിന്തയ്ക്കുമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 45-46 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വചനം ഞാനൊന്ന് വായിക്കാം. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളത് എല്ലാം വിറ്റ് അത് വാങ്ങി. ദൈവരാജ്യ അനുഭവത്തെക്കുറിച്ചുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു ഉപമയാണ് കർത്താവ് ഈ 2 വാക്യങ്ങളിലൂടെ നമ്മോട് പറയുന്നത്. സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യമാണ് എന്ന്. ഈ ഒരു വചനത്തിൻ്റെ ആഴമായ ചില മർമ്മങ്ങളിലേക്ക് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ധ്യാന ചിന്തയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. തികച്ചും ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനോഭാവത്തെക്കുറിച്ചല്ല, സ്വർഗരാജ്യത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് സ്വർഗത്തിൻ്റെ ഒരു പ്രത്യേകമായ മനോഭാവത്തെക്കുറിച്ചാണ്. സ്വർഗരാജ്യം മുത്ത് കണ്ടെത്തുന്ന, വിലയേറിയ മുത്ത് കണ്ടെത്തുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു. സഹോദരങ്ങളെ, വളരെ ആഴമുള്ള ചില സന്ദേശങ്ങൾ ഈ ഒരു ഉപമയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ടുണ്ട്. ആരാണ് ഈ വ്യാപാരി? ഏതാണ് ഈ വിലയേറിയ മുത്ത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തനിക്കുള്ളതെല്ലാം വിറ്റ് ഈ മുത്ത് അന്വേഷിച്ച് കടന്നു വന്ന് അത് വാങ്ങിയെടുക്കുന്ന ഈ വ്യാപാരി ആരാണ്? തീർച്ചയായിട്ടും ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് യേശുവിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന്. സ്വർഗത്തിൽ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കാലിത്തൊഴുത്തിലേക്ക് കടന്നു വന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് തൻ്റെ അവസാന തുള്ളി രക്തവും വെള്ളവും വരെ മനുഷ്യനു വേണ്ടി ഊറ്റിക്കൊടുത്തുകൊണ്ട് ഈ മനുഷ്യനെ സ്വന്തമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തന്നെയാണ് ഈ വചനഭാഗത്ത് വ്യക്തമാക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. സഹോദരങ്ങളെ, ഇവിടെ മുത്ത് എന്ന് സംബോധന ചെയ്യുന്നത് ആരെയാണ്? ഇത്രയേറെ സ്വർഗീയമായി തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം യേശുവിനെ പ്രേരിപ്പിച്ച അത്രമേൽ വിലയുള്ള ഈ മുത്ത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ഞാനും നിങ്ങളും തന്നെയാണ് എന്നതിൽ സംശയമില്ല. നമ്മെ ഓരോരുത്തരെയും അത്രയേറെ വിലപ്പെട്ടവരായിട്ടാണ് കർത്താവ് കരുതുന്നത്. അത്രയേറെ സ്നേഹവും ആഴമായ ബന്ധവും ക്രിസ്തുവിന് നമ്മോടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ആഴവും തീഷ്ണതയും വെളിപ്പെട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ദൈവത്തിന് മനുഷ്യനെ എത്രമാത്രം വിലയുണ്ട് എന്നുള്ളത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എത്ര എന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ തീർച്ചയായിട്ടും ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കാത്തത് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ലോകത്തിൽ ജനിച്ച് ഈ ലോകത്തിൽ വളർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവഗണനകളും നിന്ദകളും തനിക്ക് സ്വീകരിക്കേണ്ടി വരുന്നു. പ്രതീക്ഷിച്ച സ്നേഹവും കരുതലും ലാളനയും പ്രതീക്ഷിച്ച പല വ്യക്തികളിൽ നിന്നും കിട്ടാതെയാണ് നാം ഓരോരുത്തരും വളർന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, സ്നേഹിതരിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്നൊക്കെ നാം പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായ ദുരനുഭവങ്ങളാണ് പലപ്പോഴും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മനുഷ്യൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു തോന്നൽ കടന്നു വരുന്നു. ഞാൻ ആർക്കും വേണ്ടാത്തൊരു വ്യക്തിയാണ്, ഞാൻ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ഞാൻ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നു. ഇവിടെയാണ് ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ഈ വചനഭാഗം നമ്മുടെ ചിന്തകളെ ഉണർത്തേണ്ടത്, നമ്മുടെ ദൈവബന്ധത്തെ ശക്തിപ്പെടുത്തേണ്ടത്. വിലയേറിയ മുത്തായിട്ടാണ് ദൈവം മനുഷ്യനെ സംബോധന ചെയ്യുന്നത്. തനിക്കുള്ളതെല്ലാം വിറ്റ് കടന്നു വന്ന് ഈ മുത്തിനെ സ്വന്തമാക്കുന്ന വ്യാപാരി. സഹോദരങ്ങളെ, ആ വ്യാപാരിയുടെ ശ്രദ്ധയും ചിന്തയും പൂർണ്ണമായിട്ടും ഈ മുത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തനിക്കുള്ളതെല്ലാം വിറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന മറ്റൊരു പദം ഏറെ ശ്രദ്ധേയമാണ്.
വ്യാപാരി എന്ന പദമാണ് ഉപയോഗിക്കുക. വ്യാപാരി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കച്ചവടം നടത്തുന്ന ഒരാളാണ്. ഈ കച്ചവടം നടത്തുന്ന ഒരു വ്യക്തി വർഷങ്ങളായി താൻ ഉണ്ടാക്കിയെടുക്കുന്ന ലാഭത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് സ്വയം അനുഭവിച്ചും സ്വയം സമ്പന്നതയിലും ജീവിച്ച ഒരു വ്യക്തിയായിരിക്കാം. അവൻ തനിക്കുള്ളതെല്ലാം ഈ ഒരു മുത്തിന് വേണ്ടി വിൽക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ടുള്ള തൻ്റെ അധ്വാനത്തിൽ നിന്ന് താൻ സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിക്കുകയാണ് ഈ ഒരു മുത്തിന് വേണ്ടി എന്നോർക്കണം. വർഷങ്ങളായ തൻ്റെ വിയർപ്പ്, വർഷങ്ങളായ തൻ്റെ കഠിനാധ്വാനം, ഇതെല്ലാം ഈ ഒരു മുത്തിന് വേണ്ടി, ഈ ഒരു മുത്തിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഉപേക്ഷിക്കുന്ന വ്യാപാരിയുടെ ഒരു സ്വഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എത്രമാത്രം സ്നേഹമാണ് ഈ വ്യാപാരിക്ക് ഈ മുത്തിനോടുള്ളത്. ഒരുപക്ഷെ തൻ്റെ കച്ചവട സമയങ്ങളിലെല്ലാം താൻ തേടി നടന്നത് ഇങ്ങനെ ഒരു മുത്തിനെ ആയിരിക്കാം. ഇപ്പോൾ അവസാനം അതിനെ കണ്ടെത്തിയപ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് അതിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആ വ്യാപാരിയുടെ മനസ്സിലെ 1-2 ചിന്തകളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ ചിന്ത ഇതാണ്: ഇത് മറ്റാർക്കും പോകരുത് എന്നൊരു ചിന്ത വ്യാപാരിക്ക് കടന്നു വരുന്നു. തനിക്കുള്ളതെല്ലാം വിറ്റ് ഇതിനെ സ്വന്തമാക്കാൻ വ്യാപാരി ചിന്തിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് വേറെ ആർക്കും പോകരുത് എന്നുള്ളതാണ്. ഈ മുത്ത് എനിക്ക് തന്നെ സ്വന്തമാക്കണം, ഇതെനിക്ക് അവകാശപ്പെട്ടതാണ്, അതിനുവേണ്ടി ഞാൻ എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നുള്ള വ്യാപാരിയുടെ മനോഭാവം. സഹോദരങ്ങളെ, ദൈവത്തിന് മനുഷ്യനോടുള്ളത് ഈ ഒരു മനോഭാവമാണ്. ഈ മുത്ത് വേറെ ആർക്കും പോകരുത് എന്ന് പറഞ്ഞാൽ മനുഷ്യനാകുന്ന ഞാനും നിങ്ങളുമാകുന്ന ക്രിസ്തുവിന് ഏറെ വിലപ്പെട്ടവരാകുന്ന മുത്തുകളായ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ അതിനെ സ്വന്തമാക്കാനും വീണ്ടെടുക്കുവാനുമുള്ള ക്രിസ്തുവിൻ്റെ അതിയായ ആഗ്രഹം. വേറൊരു വ്യക്തിയുടെ കയ്യിൽ ഈ മുത്ത് അകപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും ഈ മുത്തിൻ്റെ വില തിരിച്ചറിയാതെ അത് നാശത്തിലേക്ക് ഒരുപക്ഷെ നയിക്കപ്പെടുമെന്നുള്ള ഒരു ബോധ്യം തിരിച്ചറിയുകയാണ് ഈ വ്യാപാരി. സഹോദരങ്ങളെ, തിരിച്ചറിയുക, ഇന്ന് നീയാകുന്ന മുത്ത് ഏത് വ്യാപാരിയുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയണം. നിന്നെ സ്വന്തമാക്കാൻ സകലതും വിറ്റ് ഒരു വ്യാപാരി കടന്നു വന്നിട്ടുണ്ട്. നിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് വേറെ ആരുടെയും കയ്യിൽ നീ അകപ്പെട്ടു പോകരുത്. ഇന്ന് നീയാകുന്ന മുത്ത് വിലയില്ലാത്തവനോ വിലയില്ലാത്തവളോ ആയി മാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്ക്. സമൂഹത്തിൻ്റെ മുൻപിൽ വിലയില്ലാത്തവനെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സമൂഹത്തിൻ്റെ മുൻപിൽ, മാതാപിതാക്കളുടെ മുൻപിൽ വിലയില്ലാത്തവൾ എന്ന് നിന്നെക്കുറിച്ച് നിനക്ക് തോന്നുന്നുണ്ടോ? പലപ്പോഴും അവഗണനകളും കുറ്റപ്പെടുത്തലുകളും ഏറെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആർക്കും വേണ്ടാത്തവളും അവഗണിക്കപ്പെട്ടവളുമാണ് എന്ന്? ജീവിത പങ്കാളിയിൽ നിന്ന് പോലും നിന്നെ കൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന വാക്കുകൾ ഏറെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ടോ? നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച്, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച്, നിങ്ങളുടെ കഴിവുകേടുകളെക്കുറിച്ച് നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരുന്നുണ്ടോ? ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയൂ, നിങ്ങൾ യഥാർത്ഥ വ്യാപാരിയുടെ കയ്യിൽ ചെന്നുപെട്ടിട്ടില്ല എന്നുള്ളതാണ്. കർത്താവിൻ്റെ കൂടെ നടക്കുന്ന അപ്പോസ്തലന്മാരുടെ ജീവിതം തന്നെ പരിശോധിച്ച് നോക്കൂ. അവരെല്ലാം പാഴായ ജീവിതങ്ങളല്ലായിരുന്നോ? ചിന്തിക്കണം, ആർക്കും വേണ്ടാത്ത ജീവിതങ്ങളല്ലായിരുന്നോ? എന്നാൽ ഇന്ന് എത്രയേറെ വലിയ വിലയുള്ള മാണിക്യങ്ങളും മുത്തുകളുമായി അവർ രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഏതോ കടലിൽ ജീവിച്ച് കടലിൽ വളർന്ന് മീൻപിടുത്തക്കാരനായി കൂടുതൽ സമയവും കടലിൽ ചെലവഴിച്ച പത്രോസ്ലീഹ ഇന്ന് സഭയുടെ അടിസ്ഥാന ശിലയായി മാറിയെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എത്രമാത്രം വിലയുണ്ടാകുന്നു എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് വചനം പ്രസംഗിക്കുന്ന ഒരുപാട് വ്യക്തികളുമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഭിഷേകത്തോടെ അനുഭവത്തോടെ വചനം പ്രസംഗിക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു. അത് ഈ അടുത്ത കാലത്താണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. അവരുടെ ജോലി എന്താണ്, അവരുടെ വിദ്യാഭ്യാസം എന്താണ്, അവരുടെ തൊഴിൽ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അവഗണിക്കപ്പെട്ട അവസ്ഥകളിൽ കുപ്പക്കൂനകളിൽ ജീവിക്കുന്ന പല ആളുകളുമാണ് അവരെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ചെത്തുതൊഴിലാളികളായിട്ടുള്ള ആളുകൾ, കുട്ടനെയ്ത്തുകാരായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ നിന്ന് മനുഷ്യൻ തള്ളി മാറ്റപ്പെട്ടിട്ടുള്ള തലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ അതിന് എത്ര അഭിഷേകമാണുള്ളത്, അതിൽ നിന്ന് എത്രമേൽ സൗഖ്യത്തിൻ്റെ ശക്തിയാണ് ഒഴുകുന്നത്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, അവഗണനയുടെ വക്കിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ അവഗണിക്കപ്പെട്ടവരല്ല, നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല, നിങ്ങൾ വിലയുള്ള മുത്തുകളാണ്. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, വ്യാപാരിയുടെ കയ്യിൽ നീ എത്തപ്പെട്ടിട്ടില്ല.
നിന്റെ വില തിരിച്ചറിയാവുന്ന വ്യാപാരിയുടെ കയ്യിൽ നീ എത്തപ്പെട്ടിട്ടില്ല. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എൻ്റെ വില തിരിച്ചറിയുന്ന വ്യാപാരി ആരാണ്? യഥാർത്ഥത്തിൽ എൻ്റെ വില തിരിച്ചറിയാൻ കഴിയുന്ന, എൻ്റെ വില അതിൻ്റെ പൂർണ്ണമായ അളവിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരേ ഒരു വ്യാപാരിയേ ഉള്ളൂ. അത് യേശു മാത്രമാണെന്നുള്ളത് നാം മറന്നു പോകരുത്. എൻ്റെ ഭാര്യയുടെ കയ്യിൽ ഞാൻ വന്നു പെട്ടിരിക്കുന്നു, എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഞാൻ വന്നു പെട്ടിരിക്കുന്നു. പക്ഷേ അവരും എൻ്റെ വില പൂർണ്ണമായി തിരിച്ചറിയുന്നില്ല. എന്നിലെ ചില വിലകളൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്, എന്നിലെ ചില ഗുണങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പൂർണ്ണമായ വില തിരിച്ചറിയുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് ക്രിസ്തു എന്ന വ്യാപാരിയാണെന്ന് തിരിച്ചറിയൂ. അവൻ ആഗ്രഹമുണ്ട് നീ വേറൊരാളുടെ കയ്യിൽ വന്ന് പെട്ടുപോകരുത് എന്ന്. നീയാകുന്ന മുത്ത് വേറൊരാളുടെ വഴിക്ക് പോകരുത്. കാരണം നിന്റെ വില അവനറിയാം, നിന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അവനറിയാം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലും കർത്താവ് അത് തന്നെ വ്യക്തമാക്കുന്നു. പഠിത്തത്തിൻ്റെ കാലഘട്ടങ്ങളിലും ജീവിതത്തിൻ്റെ വളർച്ചയുടെ തലങ്ങളിലും ഒന്നും നല്ലൊരു വിജയം കരസ്ഥമാക്കിയ വ്യക്തിയൊന്നുമായിരുന്നില്ല ഞാൻ. ഏറെ അവഗണിക്കപ്പെട്ടും ഒറ്റപ്പെട്ടും അല്ലെങ്കിൽ പഠനത്തിൻ്റെ മേഖലയിൽ ഉൾപ്പെടെ ഏറെ പിന്നോട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. വേണ്ടതുപോലെ അറിവില്ലാത്ത, വേണ്ടതുപോലെ കഴിവുകളില്ലാത്ത ഒരു വ്യക്തിയായി വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അറ്റത്തോളം പ്രസംഗിക്കാൻ കർത്താവ് എന്നെ എടുത്തുപയോഗിച്ചതിൻ്റെ ഒരു കാരണം ഞാൻ തിരിച്ചറിയുന്നു. തമ്പുരാന് ഈ ഞാനാകുന്ന മുത്തിൻ്റെ വില അവൻ തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ, നിങ്ങൾ തളരേണ്ട കേട്ടോ. നിങ്ങളുടെ വില അറിയാവുന്ന ഒരു വ്യാപാരിയുണ്ട്. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വ്യാപാരി ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുത്ത് സ്വന്തമാക്കുന്നതിലൂടെ അവൻ ആഗ്രഹിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, ഈ മുത്ത് ഇതിൻ്റെ വിലയറിയാത്ത ഒരാളുടെ കയ്യിൽ പെട്ടുപോകരുത്, ഇതെനിക്ക് തന്നെ സ്വന്തമാക്കണമെന്നുള്ള ആ തീവ്രമായ ദാഹവും ആഗ്രഹവുമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. രണ്ടാമതായിട്ട് ഈ വ്യാപാരി ഈ മുത്തിനെ സ്വന്തമാക്കുന്നത് ഈ മുത്തിനോടുള്ള തൻ്റെ അമിതമായ സ്നേഹം കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നഷ്ടപ്പെട്ടു പോകരുതെന്ന് മാത്രമല്ല, അതിനേക്കാളുപരി തനിക്ക് ഇതിനോട് അതിയായ സ്നേഹമുണ്ട്. ഈ മുത്തിന് വേണ്ടി താൻ നാളുകളായി ആഗ്രഹിച്ചിരുന്നു. ഇത് ഈ വ്യാപാരിയുടെ ജീവിതത്തിൻ്റെ ഒരു മനോഭാവമാണ്. ഈ മുത്തിന് വേണ്ടി താൻ ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വളരെ നാളുകളായി ഈ മുത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു അവൻ. എന്നാൽ ഇപ്പോഴാണ് ഇതിനെ കണ്ടെത്തിയത്. സഹോദരങ്ങളെ, ഈ കണ്ടെത്തിയ മുത്തിനെ തള്ളിക്കളയാൻ ഇനി അവൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ആ വ്യാപാരിക്ക് ഈ മുത്തിനോടുള്ള ആഗ്രഹവും സ്നേഹവുമാണ് നമ്മൾ വെളിപ്പെടേണ്ടത്. തീർച്ചയായിട്ടും ഞാനെന്ന മുത്ത് ക്രിസ്തുവാകുന്ന സ്വർഗീയ വ്യാപാരിയുടെ കരങ്ങളിൽ ഏറെ വിലയുള്ളതായതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ എന്നെ വീണ്ടെടുക്കുവാൻ എന്നോട് അമിതമായ സ്നേഹം അവൻ കാണിക്കുന്നു. അവൻ എന്നെ വീണ്ടെടുക്കുവാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് ഒരു മണവാളന് മണവാട്ടിയോടുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴമാണ്. വേദപുസ്തകം ഉടനീളം പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഒരു മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തോടാണ് താരതമ്യപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അടുത്ത കാലത്ത് ഒരു ധ്യാനവേളയിൽ ഞാൻ ഇരുന്നപ്പോൾ തീർച്ചയായിട്ടും ധ്യാനിപ്പിക്കാനായിട്ട് വന്ന ഒരു വ്യക്തി ചോദിച്ച ഒരു ചോദ്യമാണ്, ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന ഒരു ചോദ്യം. ഈ ചോദ്യം മുൻപിലിരുന്ന ഒരുപാട് ആളുകളോട് ചോദിച്ചു. എല്ലാവരും ഉത്തരം പറഞ്ഞു. അവസാനം എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഞങ്ങൾ അച്ഛന്മാരിത് ഒരുപാട് ആളുകളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. സൺഡേ സ്കൂൾ കുട്ടികളോട് മുതൽ ഈ ചോദ്യം ചോദിക്കും, അവരുത്തരവും പറയാറുണ്ട്. ഞാൻ ഒരുപാട് ഉത്തരങ്ങൾ ഇതിന് കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയാനിരുന്ന ഉത്തരങ്ങളെല്ലാം എൻ്റെ മുന്നിൽ എന്നോട് കൂടെ ഇരുന്ന ആളുകളെല്ലാം പറഞ്ഞു തീർത്തു. ഇനി ഞാൻ എന്ത് പറയുമെന്നുള്ള ഒരു ചിന്തയായി എൻ്റെ മനസ്സിൽ. ഈ മനുഷ്യനാണെങ്കിൽ, ഈ ധ്യാന ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്നെ വിട്ടുകളയാനൊട്ട് ഉദ്ദേശവുമില്ല. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ സുവിശേഷമൊക്കെ പറയുന്ന ആളല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് പറഞ്ഞേ മതിയാകൂ. ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ മിന്നി മറഞ്ഞ ഒരു ചിന്ത ഞാൻ പങ്കുവച്ചു. ഞാൻ പറഞ്ഞത് ഇതാണ്, ദൈവത്തിന് ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നിയപ്പോഴാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു ചിരിയായിരുന്നു, എല്ലാവരും കൂടെ കൂട്ടച്ചിരിയായിരുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറയാനിടയായത്? ഉടനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നൊരു ചിന്ത ഇതാണ്, ഏദൻ തോട്ടത്തിലെ ഒരു സംഭവം. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ യഹോവയായ ദൈവം ആദമിനോടൊപ്പം ഉലാത്താനായിട്ട് തോട്ടത്തിലേക്ക് കടന്നു വരാറുണ്ടായിരുന്നു അത്രേ. ഇതെന്നെ ഏറെ സ്പർശിച്ച ഒരു വചനഭാഗമാണ്.
എല്ലാ ദിവസവും ഏത് സമയത്താണ് ദൈവം ആദമിനോടൊപ്പം ഉലാത്താൻ കടന്നു വന്നത്? ആ സമയമാണ് ഏറ്റവും ശ്രദ്ധേയം. അത് വൈകുന്നേരങ്ങളിലാണെന്ന് വ്യക്തമാക്കപ്പെടുന്നു. വൈകുന്നേരങ്ങളിൽ ദൈവം മനുഷ്യനോടൊപ്പം ചെലവഴിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് മനുഷ്യനോടുള്ള ആ വികാരം എന്താണ്, ആ തലം എന്താണ്, അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വൈകുന്നേരങ്ങളിൽ മനുഷ്യൻ്റെ അടുക്കിലേക്ക് അവൻ കടന്നു വരുന്നു. നമുക്കറിയാം, ഒരു ഓഫീസ് സംബന്ധമായ തലത്തിൽ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ശൈലിയിലുള്ള ഒരു ബന്ധമാണ് മനുഷ്യനോടുണ്ടായിരുന്നതെങ്കിൽ, ഒരു ഒഫീഷ്യലായിട്ടുള്ള ബന്ധമാണ് ദൈവത്തിന് മനുഷ്യനോടുണ്ടായിരുന്നതെങ്കിൽ വൈകുന്നേരങ്ങളിൽ അല്ലായിരുന്നു അവൻ വരേണ്ടത്. പകൽ വരണമായിരുന്നു, രാവിലെ വരണമായിരുന്നു. സ്വർഗത്തിൽ ചെന്ന് അവിടുത്തെ വിശ്രമമെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു റെഡിയായി ഓഫീസിലേക്ക് വരുന്നത് പോലെ 10 മണിയാകുമ്പോൾ ഭൂമിയിലേക്ക് വന്ന് വൈകുന്നേരം വരെ പ്രപഞ്ചത്തിലുള്ള സകല ശക്തികളെയും നിയന്ത്രിച്ച് വൈകുന്നേരമാകുമ്പോൾ ജോലിയൊക്കെ അവസാനിപ്പിച്ച് വിശ്രമത്തിന് വേണ്ടി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദൈവത്തെ അല്ല കാണുന്നത്. മറിച്ച് വൈകുന്നേരങ്ങളിലാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെയാണല്ലോ, അനേകർ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി തൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയമാണ് വൈകുന്നേരം എന്ന് പറയുന്നത്. പകലിൻ്റെ അധ്വാനങ്ങളിൽ നിന്നെല്ലാം വിശ്രമിച്ച് ഒരു ശാന്തതയിലേക്ക്, സ്വസ്ഥതയിലേക്ക് കടന്നു വരാൻ, ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള കൊതിയോടുകൂടെ, ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് വൈകുന്നേരങ്ങളിൽ തീർച്ചയായിട്ടും ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വൈകുന്നേരങ്ങളിൽ യഹോവയായ ദൈവം മനുഷ്യൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിരുന്നു. വൈകുന്നേരങ്ങളിൽ കടന്നു വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മനുഷ്യനോടുള്ള ഒരു ബന്ധം കുടുംബത്തോടുള്ള ഒരു ബന്ധമാണ്. കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള ഒരു ആഗ്രഹമാണ്, ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ആഗ്രഹമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യഹോവയായ ദൈവം വൈകുന്നേരങ്ങളിൽ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ ദൈവത്തിന് മനുഷ്യനോടുള്ള ബന്ധം വ്യക്തമാക്കപ്പെടുന്നു. തീർച്ചയായിട്ടും ഒരു മണവാട്ടിയോട്, തനിക്ക് ഏറ്റവും ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധമാണ്. ഈ സ്നേഹമുള്ള മുത്താണ് ക്രിസ്തു കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമാണ് സഹോദരങ്ങളെ. അതേ 10 കന്യകമാരുടെ ഉപമയൊക്കെ ബൈബിളിൽ നമുക്കറിയാവുന്നതാണ്. ഈ ഉപമയിലെല്ലാം ഈ മണവാട്ടി ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ തീഷ്ണതയിലാണ് ഈ വ്യാപാരി മുത്തന്വേഷിക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് തനിക്കുള്ളത് എല്ലാം വിറ്റ് ഇതിനെ തേടി വരുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു വിവാഹ ശുശ്രൂഷയെ ഞാൻ ആശീർവദിക്കുകയുണ്ടായി. ആ വിവാഹ കൂദാശയിൽ അവർ വിവാഹം ചെയ്യപ്പെടാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ആ പുരുഷൻ പണ്ട് മുതൽ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അങ്ങനെ ഈ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് കല്യാണം ചോദിച്ചു. പക്ഷേ ഈ പെണ്ണിനെ ചോദിച്ചിട്ട് വീട്ടുകാർ കൊടുക്കാൻ തയ്യാറായില്ല. കാരണം ഇവന് വേണ്ടതുപോലെ സമ്പത്തോ ജീവിത സാഹചര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു, നിനക്ക് വേണ്ടതുപോലെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളല്ല നീ, അതുകൊണ്ട് ഞങ്ങളുടെ മകളെ തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞു വിട്ടു. പക്ഷേ ഇവൻ്റെ മനസ്സിൽ ഈ പെൺകുട്ടിയെ തന്നെ പങ്കാളിയായി സ്വീകരിക്കണമെന്നുള്ള ശക്തമായ ആഗ്രഹമുണ്ട്. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു എന്നറിയുമോ? ഇവന് തൻ്റെ വീട്ടിൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ വിദേശത്ത് പോയി അവിടെ ചെന്ന് പണിയെടുത്ത് നല്ലവണ്ണം പൈസയൊക്കെ ഉണ്ടാക്കി നാട്ടിൽ വന്ന് കുറേ വീടും സൗകര്യങ്ങളും സ്ഥലമൊക്കെ വാങ്ങിച്ച് തനിക്ക് ഉള്ളതെല്ലാം വിറ്റ്, എന്നാൽ അവൻ അതിന് ഇരട്ടിയായി സ്വന്തമാക്കിക്കൊണ്ട് അവൻ നല്ലവണ്ണം സെറ്റിൽഡായിട്ട് അവൻ വീണ്ടും ഇതേ പെണ്ണിൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പെണ്ണിനെ തരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവന് ഇതെല്ലാം സ്വന്തമാക്കിയിട്ടുണ്ട്, ഇവൻ സെറ്റിൽഡ് ആയിട്ടുണ്ട്, ഇവൻ വളരെ മിടുക്കനായ ഒരു മകനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മകളെ അവന് നൽകുവാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ മനസ്സിൽ ഈ ഒരു സംഭവം കണ്ടപ്പോൾ, ഈ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ചിന്ത, ക്രിസ്തുവിന് മനുഷ്യനോടുള്ള ബന്ധം തന്നെയാണ്. തീർച്ചയായിട്ടും തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ കടന്നു വന്നതിൻ്റെ കാരണം ഈ വ്യക്തിയോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ്. അത് വെറുമൊരു സ്നേഹമല്ല, എൻ്റെ മണവാട്ടിയെ എനിക്ക് തന്നെ കിട്ടണമെന്നുള്ള സ്നേഹമാണ്. എൻ്റെ മണവാട്ടിയെ വേറൊരുത്തന് പോകാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല, അല്ലേ? ഒരു വ്യക്തിക്ക് മണവാട്ടിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ വേറൊരു പുരുഷൻ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ എത്രമാത്രം വേദനാജനകമാണ്. സ്നേഹമുള്ള ഒരു മണവാളനും ഇത് മനസ്സ് തുറന്ന് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. അവിടെയാണ് ക്രിസ്തുവിന് മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെ ദൃഢത ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഈ മുത്തിനെ എങ്ങനെ നഷ്ടമാക്കാൻ കഴിയും ഈ ദൈവത്തിന്? തൻ്റെ സ്നേഹമല്ലേ, തൻ്റെ മണിമുത്തല്ലേ, തൻ്റെ മണവാട്ടിയല്ലേ ഈ മണവാട്ടിയെ തനിക്ക് പ്രാപിക്കാൻ
പ്രാപിക്കുവാൻ, തനിക്ക് പുൽകുവാൻ തന്നെയാണ് ഈ സ്വർഗീയ വ്യാപാരിയുടെ ഇച്ഛ എന്നത് നാം മറന്നു പോകരുത്. ഈ രണ്ട് പ്രധാനപ്പെട്ട ബോധ്യങ്ങളാണ് ഈ വിലയേറിയ മുത്തുമായിട്ടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. വ്യാപാരിയുടെ മനസ്സിലുള്ള ഒന്നാമത്തെ ചിന്ത ഈ മുത്ത് വേറെ ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ്. രണ്ടാമത്, ഇതിനെ സ്വന്തമാക്കാൻ, എല്ലാം വിറ്റ് ഉപേക്ഷിച്ച് ഇതിനെ സ്വന്തമാക്കാനായിട്ട് വ്യാപാരി ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഈ മുത്തിനോടുള്ള തൻ്റെ സ്നേഹം അത് ഒരു മണവാട്ടിയോടുള്ള സ്നേഹമായതുകൊണ്ടാണ്. അതിനെ എന്തും നഷ്ടപ്പെട്ടാൽ പോലും ഇതിനെ സ്വന്തമാക്കണമെന്നുള്ള ആ മനോഭാവം. പക്ഷേ എന്ത് സംഭവിച്ചു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. സ്വർഗീയ മഹത്വങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് മണവാട്ടിയെ സ്വന്തമാക്കാൻ ഭൂമിയിലേക്ക് കടന്നു വന്ന മണവാളന് സ്വീകരിക്കേണ്ടി വന്നത് വളരെ ദുരനുഭവങ്ങളാണ്. ഈ മണവാളനെ മണവാട്ടി കുരിശിൽ തൂക്കി കൊല്ലുകയാണ് ചെയ്തത്. തിരിച്ചറിയണം മണവാട്ടിയെ. ദൈവം തൻ്റെ അനന്തമായ സ്നേഹം പ്രകടമാക്കിക്കൊണ്ട് സ്വർഗത്തിലെ സകല സമ്പന്നതകളും നിനക്ക് വേണ്ടി വിറ്റ് നിന്നെ സ്വന്തമാക്കാൻ കടന്നു വന്നപ്പോൾ ആ മണവാളന്റെ സ്നേഹത്തിന്റെ ദൃഢതയും ആഴവും തിരിച്ചറിയാതെ ആ മണവാളനെ ക്രൂശിലേറ്റാൻ തുനിഞ്ഞ മണവാട്ടിയാണോ നീ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും മൂന്നാണികളിൽ അഗ്നനഗ്നനായി മണവാളൻ തൂക്കപ്പെടുകയാണ്. ആ കുരിശിൽ കടന്നുകൊണ്ട് കാമിയുടെ മുൻപിൽ തൻ്റെ സ്നേഹത്തെ മുഴുവൻ പ്രകടമാക്കി തന്നെ കൊന്നു തിന്നുന്ന കാമുകിയുടെ പാപം പോലും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, തന്നെ കൊന്നു തിന്നുന്ന മണവാട്ടിയുടെ പാപം പോലും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ മണവാട്ടിക്ക് വേണ്ടി മരിച്ച് ഇല്ലാതെയാകുവാൻ, ആ മണവാട്ടിയെ പോലും രക്ഷയിലേക്ക് നയിക്കുവാൻ, എന്നിട്ട് നിത്യരാജ്യത്തിൽ ഇവളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആ മണവാളൻ്റെ സ്നേഹം ഈ ലോകത്തിൽ ഇന്ന് കാണുന്ന ഒറ്റ മണവാളന്മാർക്കും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്ര ദൃഢമായൊരു സ്നേഹമാണ്. എന്നിട്ടും ആ മണവാളൻ മരിച്ചിട്ട് ആ മണവാളൻ്റെ ചങ്കിൽ കുന്തം കൊണ്ട് കുത്തി നോക്കുകയാണ് ഇവൻ മരിച്ചോ എന്ന്. ആ മണവാട്ടിയുടെ മനസ്സിന്റെ തലമൊന്ന് തിരിച്ചറിയണം നീ. ആ ചങ്കിൽ നിന്ന് അവസാനത്തുള്ളി രക്തവും വെള്ളവും വരെ മണവാളൻ ഒഴുക്കിക്കൊണ്ട് തൻ്റെ ചങ്ക് പിളർന്നു കാണിക്കുകയാണ് മണവാട്ടിയുടെ മുൻപിൽ. ഹേ മണവാട്ടിയെ, നീ തിരിച്ചറിയുക, എനിക്ക് നിന്നോടുള്ള സ്നേഹം മരിച്ചാലും നിൽക്കാത്ത സ്നേഹമാണ്. മരിച്ച ശരീരത്തിൽ നിന്നാണ് രക്തവും വെള്ളവും വരുന്നതെന്ന് ഓർക്കണം. ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ മരണപ്പെട്ട ഒരു ശരീരത്തിൽ നിന്ന് ഒരിക്കലും രക്തം പുറപ്പെടില്ല, വെള്ളം പുറപ്പെടില്ല. മരിച്ച ഒരു ശരീരത്തിൽ നിന്ന് അങ്ങനെ സാധിക്കുകയില്ല. പക്ഷേ മരിച്ചിട്ടും തനിക്ക് ഈ മണവാട്ടിയോടുള്ള സ്നേഹം നിലയ്ക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് തൻ്റെ ചങ്കിൽ നിന്ന് അവസാനത്തുള്ളി രക്തവും വെള്ളവും വരെ ഊറ്റിക്കൊണ്ട് ആ മണവാളൻ തൻ്റെ മണവാട്ടിയോടുള്ള സ്നേഹം വ്യക്തമാക്കുകയാണ്. അങ്ങനെ ഈ മുത്തിനെ മണവാളൻ സ്വന്തമാക്കുകയാണ്. ജീവൻ കൊടുത്തും ഈ വിലയുള്ള മുത്തിനെ സ്വന്തമാക്കുന്ന ആ മണവാളന് ഈ മുത്തിൻ്റെ വില അറിയാം. എന്നാൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി, വിശ്വാസിയെ, ക്രിസ്തുവിൻ്റെ കരങ്ങളിലെ മണിമുത്തേ, ക്രിസ്തുവിന് നിന്റെ വില അറിയാം. എന്നാൽ നിനക്ക് നിന്റെ വില അറിയാമോ? നിനക്ക് നിന്റെ വില അറിയാമോ? നിന്നെ സ്നേഹിക്കുന്ന ക്രിസ്തുവിന് നിന്റെ വില അറിയാം. പക്ഷെ നീ നിന്റെ വില തിരിച്ചറിയേണ്ടതുണ്ട്. നീ സ്വർഗത്തിന്റെ കരങ്ങളിലെ മുത്താണ്. സ്വർഗത്തിലെ സകല സമ്പന്നതകളെക്കാളും സ്വർഗീയ വ്യാപാരിയായ ക്രിസ്തുവിന് വില കൂടിയ മുത്താണ് നീ എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വന്നാൽ ഇന്ന് നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. അവഗണനകളെയും ഒറ്റപ്പെടലുകളെയും നീ ഭാരപ്പെടേണ്ട. നിന്റെ വില തിരിച്ചറിയാനുള്ള സന്ദേശമാണ് കർത്താവ് നൽകുക. ആയതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. മണവാളനെ കൊല്ലാനല്ല, വീണ്ടും മണവാളന്റെ നെഞ്ചിലേക്ക് കുന്തമുനകൾ ആഴ്ത്തിയിറക്കാനല്ല, മറിച്ച് മണവാളന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോടൊന്നായി ചേരുവാൻ, ക്രിസ്തുവിൽ ലയിക്കുവാൻ, അങ്ങനെ ഈ വ്യാപാരിയുടെ കരങ്ങളിലെ മുത്തായി നിന്നുകൊണ്ട് അഭിമാനത്തോടുകൂടെ ജീവിക്കുവാനുള്ള വലിയ വിളി സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് നിങ്ങളെ ഒരുക്കുന്നു. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കട്ടെ. നാഥ, ഞങ്ങളുടെ വില ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഈ വചനഭാഗത്തൂടെ ഞങ്ങളുടെ വില ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ വില കൂടിയ മുത്തുകളാണ് എന്ന വലിയൊരു സന്ദേശം നാഥ ഇന്ന് ഞങ്ങൾക്ക് ആ വില ബോധ്യപ്പെടുത്തി തരുന്നതിനെ ഓർത്ത് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. നാഥ, ഞങ്ങളുടെ വില തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് അങ്ങ് ആഗ്രഹിച്ചല്ലോ. അതുകൊണ്ടാണ് സ്വർഗത്തിലെ സകല സമ്പാദ്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന് രക്തം കൊടുത്ത് ഞങ്ങളെ വാങ്ങിക്കാൻ ശ്രമിച്ചത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, ആ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയോട് ചേരുവാൻ, അവിടുത്തെ ഇഷ്ടത്തിനൊത്ത് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, മാതാവിശുദ്ധന്മാരെ, പിതാക്കന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.